രാവിലെ ഈ വലിയ റീലൊക്കെ കണ്ട് നമ്മുടെ പ്രേക്ഷകരടക്കം ഞെട്ടിയിരിക്കുകയായിരിക്കും. ഇതിനു മുൻപ് തന്നെ ഇവർ സൈബർ ഇടങ്ങളിൽ ഇതൊക്കെ കാണുന്നുണ്ട് എങ്കിലും ഈ എല്ലാ ക്യാമ്പുകളും വളരെ പ്രൊഫഷണലായ ആൾക്കാരെയൊക്കെ ഇരുത്തി ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കുള്ളിലെ ഒരവസ്ഥ എന്താണ് എന്ന ചോദ്യമല്ലേ ഉയരുന്നത്? എല്ലാം പ്രൊഫഷണലാണ്. നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടു. അതൊക്കെ AI ഉപയോഗിച്ച് നല്ല വൃത്തിയായി സിനിമ ചെയ്തിരിക്കുന്നത് പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 3 നേതാക്കൾക്ക് വേണ്ടിയും ഒരുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഒരു ചിത്രം വെച്ചൊരു പോസ്റ്റ് വന്നാൽ അതിൻ്റെ താഴെ സംഘടിതമായി മറ്റ് ഒരു നേതാവിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ അനുകൂലിക്കുന്ന നേതാവിന് വേണ്ടി പൊറുവിളികളും അതോടൊപ്പം തന്നെ അവകാശവാദങ്ങളും വാഗ്വാദങ്ങളും എല്ലാമായി മറ്റ് നേതാക്കളുടെ അണികൾ കൂടി എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റുകളെല്ലാം സജീവമാണ്. പക്ഷേ ഇന്നലെയും മിനിങ്ങാന്ന് നോക്കിയായി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ. പക്ഷേ അതിന് മുൻപ് വന്ന വീഡിയോകൾ ഇപ്പോഴും കിടന്ന് ഇങ്ങനെ ഓടുന്നുണ്ട്. മാത്രമല്ല ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായി ഏൽപ്പിച്ചിരിക്കുന്നത് ഹൈലി പ്രൊഫഷണലായ ആളുകളെയാണ്. പ്രൊഫഷണൽ ടീമുകളെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഇത്തരം വീഡിയോകളും മറ്റുമൊക്കെ നിർമ്മിച്ച് അണികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആ വീഡിയോകളുടെയൊക്കെ ക്വാളിറ്റി കണ്ടാൽ നമുക്കത് ഉറപ്പിക്കാനും കഴിയും. ഈ 4-ാം തീയതി വരെ ഈ ചർച്ചകൾ ഇങ്ങനെ പോകും. ഇപ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ല. ആർക്ക് ഭരണം കിട്ടുമെന്ന് പോലും അറിയില്ല, ആരൊക്കെ ജയിക്കുമെന്ന് പോലും അറിയില്ല. എന്നതിലപ്പുറം ഇതൊരു നാഥനില്ലാ കളരിയായി മാറി എന്ന സംശയമാണ് നാട്ടുകാർക്കൊക്കെ തോന്നുന്നത്. കാരണം പലർക്കു വേണ്ടിയും പലരും ഇത്തരത്തിൽ വിവിധ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. ആ ക്യാമ്പിൽ ഇത്തരം വീഡിയോകൾ പിറക്കുന്നു. പ്രൊഫഷണലുകൾ ഇത്തരത്തിൽ റീലുകൾ, വീഡിയോ, സിനിമ പോലെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കെട്ടുറപ്പില്ലായ്മയല്ലേ വെളിവാവുന്നത്? അതിന് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിതിനെ വ്യാഖ്യാനിക്കുന്നത്, കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തർക്കം നടന്നിട്ടുണ്ട്. ആദ്യ EMS മന്ത്രിസഭ താഴെ പോയതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ പട്ടം താണുള്ള എങ്ങനെയാണോ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു പട്ടം താണുള്ള മുഖ്യമന്ത്രിയായത്, അന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 64 സീറ്റ്, അന്നത്തെ സഭയുടെ പകുതിയോളം സീറ്റുകൾ അന്ന് കോൺഗ്രസ് വിജയിച്ചതാണ്. പക്ഷേ അന്ന് കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായില്ല, പകരം പുറത്തുനിന്ന് ഒരാളാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം തർക്കങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇത് ആരോഗ്യപരമായ ജനാധിപത്യപരമായ ചർച്ച എന്നുള്ളതാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ ജനാധിപത്യപരമായ ചർച്ച പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ചർച്ച 4-ാം തീയതി വരെ ഇങ്ങനെ പോകും. 4-ാം തീയതി വരെ പോകാനുള്ള അവകാശം ഈ സൈബർ പോരാളികൾക്കും അതോടൊപ്പം തന്നെ ഇത്തരം നേതാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന അണികൾക്കുമെല്ലാം ഉണ്ട്. 4-ാം തീയതി ആകുമ്പോൾ ഇത് ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ ഒന്നും ഒരു തീരുമാനവുമായിട്ടില്ല. എല്ലാം EVM-ലാണ് ഇരിക്കുന്നത്. ആ EVM ഒന്ന് എണ്ണി തീർത്തിട്ട് പോരെ ഇത്തരം ചർച്ചകൾ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒക്കെ നിയന്ത്രിക്കാൻ ഒരു പ്രൊഫഷണൽ ടീമുകൾ എത്തുന്നു എന്നുള്ളതാണ്. ആ പ്രൊഫഷണലിസം ഈ പോരിൽ കാണാനുമുണ്ട്. മോദി. ശരി, അമൽ തേനമറപ്പിലാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് കരുതി ഇത് എല്ലാ സ്ഥലത്തും അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലൊരു തോന്നലുണ്ട്, ഇവരൊന്നും തമ്മിൽ ഒരുമിച്ചല്ലേ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു മുഖ്യമന്ത്രി, UDF-ൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് ആരായാലും എങ്ങനെയാണ് വിശ്വസിച്ചൊരു ഭരണം ഏൽപ്പിക്കേണ്ടത് എന്ന കാര്യത്തിലെങ്കിലും ഒരു ശങ്കയുണ്ടാവില്ലേ? ഇത് നേരത്തെ കൂട്ടി ഇതിനുള്ളിലുള്ള ഈ അന്തഛിദ്രങ്ങൾ ഒന്ന് തീർക്കേണ്ട ഉത്തരവാദിത്വം KPCC പ്രസിഡന്റിനില്ലേ? KPCC പ്രസിഡന്റ് ഉണ്ട് എങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? പക്ഷേ KPCC പ്രസിഡന്റ് കയ്യിലും ഈ സംഭവങ്ങൾ നിൽക്കില്ല എന്നത് വേറൊരു കാര്യം. അങ്ങനെ നിൽക്കുമായിരുന്നു എങ്കിൽ എന്നെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോയേനെ. ഏതായാലും 4-ാം തീയതി വരെ നല്ല കാലക്കനായിട്ട് കാര്യങ്ങൾ പോട്ടെ, അന്ന് തീരുമാനം വരട്ടെ.